വരുന്ന തിങ്കളാഴ്ച സെപ്റ്റംബർ 15-ന് കേരള നിയമസഭ കൂടുമ്പോൾ രാഹുൽ മാങ്കൂട്ടം സഭയിൽ എത്തുമോ എന്ന ആശങ്ക, അല്ലെങ്കിൽ സഭയിൽ എത്തുമോ എന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടം സഭയിലേക്ക് വരേണ്ടതില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും സംഘവും പറയുമ്പോൾ, പഴയ എ ഗ്രൂപ്പുകാർ ടി സിദ്ദിഖ് തുടങ്ങിയിട്ടുള്ള പഴയ എ ഗ്രൂപ്പ് MLA-മാർ രാഹുൽ മാങ്കൂട്ടം സഭയിൽ വരണം എന്ന പക്ഷക്കാരാണ്. ഏതായാലും ഞായറാഴ്ച രാത്രി 14-ാം തീയതി ഞായറാഴ്ച രാത്രി കോൺഗ്രസിൻ്റെ എന്താണ് അഭിപ്രായം, പാർട്ടി അഭിപ്രായം രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരണമോ എന്ന കാര്യം അവതരിപ്പിക്കും. ഏതായാലും രാഹുൽ മാങ്കൂട്ടം സഭയിലേക്ക് വരുമ്പോൾ പോലീസിനെതിരെയും അല്ലാതെയും ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന അവസരത്തിൽ ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷത്തിന് നിരവധി ആയുധങ്ങൾ നിരത്തേണ്ടതുണ്ട്. അങ്ങനെ പറയേണ്ടതായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ ഭരണപക്ഷത്തിന് അടിക്കാനുള്ളൊരു വടിയായി രാഹുൽ മാങ്കൂട്ടം സഭയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പ്രതിപക്ഷത്തിന് തങ്ങളുടെ കാര്യങ്ങൾ സുഗമമായി നടത്തുന്നതിന് തടസ്സമാകുമോ എന്ന ആശങ്കയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും എതിരെ ഉള്ളത്. ആയതുകൊണ്ട് തന്നെ സഭാ സമ്മേളനങ്ങളുടെ കാലയളവ്, അതായത് സഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ക്രൈംബ്രാഞ്ചിന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ ഇതുവരെ കാര്യമായ ഒരു തുമ്പും ലഭിക്കാതിരുന്നിട്ടും എന്തൊക്കെയോ സംഭവങ്ങൾ കിട്ടി എന്ന രീതിയിൽ, രാഹുലിനെ കുരുക്കാനുള്ളത് കിട്ടി എന്ന രീതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം മുറിപ്പിക്കുമ്പോൾ, അന്വേഷണം അത് കൂടുതൽ വ്യാപിപ്പിക്കുമ്പോൾ രാഹുലിനെതിരെയുള്ള ആക്ഷേപങ്ങൾ അടങ്ങുന്ന വിവരങ്ങൾ സഭാ സമ്മേളന കാലത്ത് മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലൂടെ പുറത്തു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ചില വാർത്തകൾ രാഹുൽ മാങ്കൂട്ടം ഗർഭചിത്രത്തിന് വിധേയമാക്കിയ, അതായത് അദ്ദേഹത്തിനാൽ ഗർഭിണിയായ യുവതിയെ ഗർഭചിത്രം ചെയ്യിക്കുന്നതിന് രാഹുൽ മാങ്കൂട്ടം പ്രേരിപ്പിച്ചു എന്ന തരത്തിലുള്ള തെളിവുകൾ, ശക്തമായ തെളിവുകൾ, നൽകിയ ഗുളികയുടെ നാമം അടക്കെ, അതായത് നൽകിയ ഗുളിക അത് തിരുവനന്തപുരത്ത് ഏത് ആശുപത്രിയാണത്, ആശുപത്രി കൊണ്ടുപോയാണ് ഗർഭചിത്രം നടത്തിയത് എന്ന കാര്യങ്ങൾ ഒക്കെ പുറത്തു വരികയാണ്. രാഹുലിന് അതിനു വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് നൽകിയ ഒരു യുവ സംരംഭകനാണ് എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഏതായാലും രാഹുൽ മാങ്കൂട്ടം സഭയിൽ എത്തുകയാണെങ്കിൽ ഭരണപക്ഷത്തിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ആയുധമാകും. നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് തന്നെ രാഹുലിനെതിരെ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൻ്റെ ഫലങ്ങൾ പുറത്തുവിടാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യുവതിയെ ഗർഭചിത്രം നടത്തിയത് തിരുവനന്തപുരത്ത് ഒരു ആശുപത്രിയിലാണെന്നും അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനായ യുവസംരംഭകനാണ് ഇതിന് കൂട്ടുനിന്നതെന്നും ഈ സംരംഭകനും രാഹുലും 4 ആഴ്ച യുവതി താൻ ഗർഭിണിയാണ് എന്ന വാർത്ത രാഹുലിനെ അറിയിക്കുമ്പോൾ അത് കാര്യമാക്കേണ്ടതില്ല എന്ന് പറയുകയും ഒടുവിൽ അതിന് തൻ്റെ മുന്നിലേക്കുള്ള രാഷ്ട്രീയ ഭാവിക്ക് തടസ്സമാകുന്നത് കൊണ്ട് തന്നെ അത് ഗർഭചിത്രം നടത്തണം എന്നും അതിനുവേണ്ടി ഈ പറയുന്ന ഗുളിക കഴിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ആ പറയുന്ന യുവതിയെ കൊണ്ട് കഴിപ്പിച്ചു എന്നുള്ള വാർത്തകളും ഒക്കെ പുറത്തു വരുന്നു. ഏതായാലും കോൺഗ്രസ് പാർട്ടിയിൽ വി.ഡി. സതീശൻ അടങ്ങുന്ന സംഘമാണ്, അതായത് AICCയിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും അറിവോടുകൂടി, അല്ലെങ്കിൽ അവർ തന്നെ കേരളത്തിൽ അതിനുവേണ്ട ഉചിതമായ തീരുമാനമെടുക്കാൻ പറഞ്ഞിരുന്ന അവസ്ഥയിലാണ് രാഹുലിനെതിരെ വി.ഡി. സതീശൻ ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തത്. ഇത്തരത്തിൽ വി.ഡി. സതീശൻ തീരുമാനമെടുത്തതിന് ശേഷം പിന്നീട് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുകയായിരുന്നു കോൺഗ്രസിനുള്ളിൽ. രാഹുലിന് വേണ്ടി വാദിക്കുന്ന സൈബർ പ്ലാറ്റ്ഫോമും അവർ തന്നെ വി.ഡി. സതീശനെ കടന്നാക്രമിക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ, ഒരു വേള ഒരുമിച്ച് നിന്ന വി.ഡി. സതീശനും ഷാഫി പറമ്പിലും ഒരുമിച്ച് നിന്ന ആ ഒരു ടീമിനെ സ്പ്ലിറ്റ് ആകത്തക്ക രീതിയിൽ വി.ഡി. സതീശനെ മാത്രം കടന്നിട്ട് ആക്രമിക്കുമ്പോൾ ഇത് ശരിയായ നടപടി ആണോ എന്ന ചോദ്യം ഷാഫിയോട് ചോദിക്കുമ്പോഴും രമേശ് ചെന്നിത്തലയോട് ചോദിക്കുമ്പോഴും അവരെല്ലാം ഒഴിഞ്ഞ് മാറുന്നുണ്ട്. ഏതായാലും നിയമസഭയിൽ ഇത്തരത്തിൽ സെപ്റ്റംബർ 15-ന് സഭാ സമ്മേളനം തുടങ്ങുമ്പോൾ രാഹുൽ മാങ്കൂട്ടം സഭയിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ വി.ഡി. സതീശൻ ഒറ്റപ്പെടാനാണ്, കോൺഗ്രസിനുള്ളിൽ സഭയിൽ തന്നെ പ്രതിപക്ഷ നേതാവ് ഒറ്റപ്പെടാനുള്ള സാധ്യത ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും ക്രൈംബ്രാഞ്ച് ആദ്യം അന്വേഷണം നടത്തിയത് ബാംഗ്ലൂർ ആശുപത്രി കേന്ദ്രീകരിച്ചാണെങ്കിൽ അത് ഇദ്ദേഹത്തിൻ്റെ രാഹുൽ മാങ്കൂട്ടം എന്ന യുവ നേതാവിൻ്റെ പേരുമായി ചേർത്ത് പറയുന്ന യുവതികളിൽ ഒരു യുവതിയായിരുന്നു. 2-3 പേരുകൾ അടുത്ത കേൾക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ പരിശോധിച്ചതും നിർബന്ധിച്ച് ഗുളിക കഴിപ്പിച്ചതെന്ന് പറയുന്നതും അത് മറ്റൊരു യുവതിയുമായി ബന്ധപ്പെട്ടാണ്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ കുരുക്കാനായി സർവത്ര കുരുക്കുകൾ തീർക്കാനായി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമ്പോൾ കോൺഗ്രസിൽ ഇപ്പോൾ വി.ഡി. സതീശൻ ഒറ്റപ്പെടുകയാണ്. കോൺഗ്രസ് പാർട്ടി ഇത്തരത്തിൽ ഭരണവിരുദ്ധ വികാരം
ജനങ്ങൾക്കിടയിൽ LDF സർക്കാരിനെതിരെ, പിണറായിക്കെതിരെ നിൽക്കുന്ന അവസരത്തിൽ ഈ സമരമാർഗങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് ഒരു വലിയ ആഭ്യന്തര പ്രശ്നമായി തീർന്നിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം. VD സതീശൻ ഫലത്തിൽ ഒറ്റപ്പെടുന്നു എന്ന് തന്നെ വളരെ സങ്കടത്തോടെ നമുക്ക് പറയേണ്ടി വരും.